തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്ര ഭാരവാഹികൾക്കെതിരെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് കേസെടുത്ത സംഭവത്തിൽ പ്രതികരണവുമായി ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ. ഹൈക്കോടതി നിർദ്ദേശം ലംഘിച്ചിട്ടില്ലെന്നും ആനകളെ ചട്ടപ്രകാരമാണ് അണിനിരത്തിയതെന്നും കമ്മിറ്റി ഭാരവാഹികൾ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ശീവേലിക്കിടെ മഴ പെയ്തപ്പോൾ ആനകളെ ആനത്തൊട്ടിൽ കയറ്റി നിർത്തുകയായിരുന്നുവെന്നും കമ്മിറ്റി അംഗങ്ങൾ വ്യക്തമാക്കി. വരും ദിവസങ്ങളിലും 15 ആനകളെ വെച്ച് എഴുന്നള്ളിപ്പ് നടത്തുമെന്നും ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. സഹിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ അമ്പലത്തിലെ ഭാരവാഹികൾക്കെതിരെ പോലീസ് വനംവകുപ്പും കേസെടുത്തിരിക്കുകയാണ്. എന്തായാലും ആനകളെ നിർത്താൻ പാടില്ല എന്നത് തന്നെയായിരുന്നു, കൃത്യമായ അകലം പാലിക്കണമെന്നുണ്ടായിരുന്നു. ഇതൊന്നും പാലിച്ചില്ല. ഇതുകൊണ്ടല്ലേ ഇപ്പോൾ വനംവകുപ്പിന് കേസെടുക്കേണ്ടി വന്നത്? അല്ല, വനംവകുപ്പ് കേസെടുത്തു എന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ മീഡിയ വഴിയും 10 ആളുകൾ ചോദിക്കുമ്പോഴാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഞങ്ങൾ 29 കൊടിയേരി തൊട്ടടി ഇന്ന് വരയ്ക്കും ആ കൃത്യമായ നിശ്ചിത അകലമാണ് മെയിനായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നത്. ആന എഴുന്നള്ളിപ്പ് നിരോധിക്കുകയല്ല ഉണ്ടായത്. അപ്പോൾ ആന എഴുന്നള്ളിപ്പ് വരുമ്പോൾ ആനയും ആളുകളും തമ്മിൽ അകലം കൃത്യമായി പാലിക്കണം പറഞ്ഞു. വനംവകുപ്പ് പറഞ്ഞ രീതിയിൽ തന്നെയാണ് എല്ലാം ചെയ്തത്. പെട്ടെന്നൊരു ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വലിയൊരു മഴ പെയ്തപ്പോൾ നമ്മൾ ആളുകളും ആനകളും കൂടെ കുറച്ച് അടുപ്പത്തിലാവേണ്ട ഒരു സാഹചര്യമായി. നമ്മുടെ സേഫ്റ്റി, ആനയ്ക്ക് സേഫ്റ്റി വേണം, ആളുകൾക്ക് സേഫ്റ്റി വേണം. വലിയൊരു മഹാമാരി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവരെ നമുക്ക് എന്തായാലും നമ്മുടെ ഷെഡിൽ നിർത്തിയേ പറ്റുള്ളൂ. അപ്പോൾ ആനകൾ ഷെഡിൽ കയറി അവിടുന്ന് പിന്നെ മഴ വിട്ടപ്പോൾ നമ്മൾ പഴയ വഴി തന്നെ മാറ്റി. ആ മഴ പെയ്യുന്നത്, ഗംഭീര മഴ പെയ്യുന്ന സമയത്ത് വേറെ വഴിയില്ല നമുക്ക്. ഈ റോയൽ ട്രസ്റ്റ് ചെയർമാൻ കൂടിയായിട്ടുള്ള അങ്ങ് ഇത്തരത്തിലൊരു 15 ആനകളെ നിരത്തരുതെന്ന് പ്രത്യേക നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ടും ഈ 15 ആനകളെ നിരത്തി എന്നുള്ളതാണ്. അതെന്തുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു? അല്ല, ഈ വൃശ്ചികോത്സവത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനമായിട്ടുള്ള ആകർഷണീയത ഈ 15 ആനപ്പുറത്തുള്ള എഴുന്നള്ളിപ്പാണ്. പക്ഷെ 15 ആന നിരത്തരുത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇപ്പോൾ പ്രകാശ് പറഞ്ഞ പോലെ 15 ആന എഴുന്നള്ളിക്കരുതെന്നല്ല കോടതി ഉത്തരവ്. മാനദണ്ഡം പാലിക്കണം എന്നാണ്. ഇപ്പോൾ ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം വേണം. ഈ അകലം പാലിച്ചിരുന്നു. അകലം പാലിച്ച് രാവിലെ 1-ാം ദിവസം തൊട്ട് തന്നെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവർ ആനകളെ മീറ്റർ വെച്ച് അളന്ന് അങ്ങനെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇത്രയും ദിവസം എഴുന്നള്ളിച്ചതെന്നുള്ള ഞാൻ എഴുന്നള്ളിപ്പ് കാണുന്ന ഒരു വ്യക്തിയാണ്. മഴ വന്നപ്പോൾ ആനയെ കയറ്റി നിർത്തി. അത് ശരിയാണ്, മഴ വന്നപ്പോൾ ആനയെ കയറ്റി. വരും ദിവസവും 15 ആനകളെ തന്നെ. 15 ആന എന്നുള്ളത് ദിവസമുള്ളതാണ്. ഇപ്പം ഇന്ന് കാലത്ത് എന്നുള്ളൂ. ചില വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ തന്നെയാണ് അവർ പറയുന്നതിനനുസരിച്ച് നിൽക്കുന്നത്. അവർ അപ്രൂവ് ചെയ്യുന്നുണ്ട്. ദിവസവും നമ്മൾ ആനകളുടെ ലിസ്റ്റ് കൊടുത്ത് ആ വെറ്റിനറി ഡോക്ടർമാർ പരിശോധിച്ച് ആനകളുടെ തീറ്റയും അസുഖവും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് 100% പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ, ഫിറ്റ് ആണെങ്കിൽ മാത്രമേ എഴുന്നള്ളിപ്പിന് കൊടുക്കുന്നുള്ളൂ. എന്തായാലും ഒരു വിധത്തിലെ തെറ്റും തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് അമ്പലം അധികൃതർ സ്വീകരിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഫോറസ്റ്റിൻ്റെയോ പോലീസിൻ്റെയോ ഭാഗത്തു നിന്നുള്ള നടപടികൾ എന്താണെന്ന് കാത്തിരുന്ന് കാണാം.